പ്രിയമുള്ളവരെ, 15-ാം നൂറ്റാണ്ടിൽ ജപ്പാനിലെ ഒരു സൈനാധിപൻ തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാത്രം പൊട്ടിയതുകൊണ്ട് ജപ്പാനിൽ കരകൗശല വിദഗ്ധരില്ലാത്തതുകൊണ്ട് ചൈനയിലേക്ക് നന്നാക്കുവാനായിട്ട് അയക്കുകയാണ്. കുറച്ച് മാസങ്ങൾ കഴിഞ്ഞതിന് ശേഷം ആ പാത്രം തൻ്റെ കയ്യിൽ വീണ്ടും എത്തിച്ചേരുകയാണ്. വളരെ ആകാംക്ഷയോടുകൂടിയാണ് തനിക്കിഷ്ടപ്പെട്ട ആ പാത്രത്തിൻ്റെ പൊതി അദ്ദേഹം തുറന്നു നോക്കിയത്. പക്ഷേ ആ പാത്രം കണ്ടപ്പോൾ അദ്ദേഹത്തിന് വളരെയധികം നിരാശ തോന്നുകയുണ്ടായി. കാരണം അതിൻ്റെ രൂപഭംഗി നഷ്ടപ്പെട്ടുകൊണ്ടാണ് അവർ ആ വിള്ളലുകൾ ഒട്ടിച്ചേർത്ത് വെച്ചിരിക്കുന്നത്. അദ്ദേഹം അപ്പോൾ ഒരു പ്രതിജ്ഞ എടുത്തു, ഞാൻ ജപ്പാനിൽ നല്ല കരകൗശല വിദഗ്ധരെ വാർത്തെടുക്കും. അതിനായിട്ട് പഠനങ്ങൾ നടത്തി, പ്രാർത്ഥനകൾ നടത്തി, വർഷങ്ങൾ നീണ്ടു കഴിഞ്ഞപ്പോൾ നല്ല കരകൗശല വിദഗ്ധർ പാത്രങ്ങൾ ഒട്ടിക്കാനായിട്ട് ജപ്പാനിൽ ഉയർന്നു വരികയാണ്. അവർ സ്വർണത്തിൻ്റെ ചെറിയ അംശങ്ങൾ ഉപയോഗിച്ച്, വെള്ളിയുടെ പൊടികൾ ഉപയോഗിച്ച്, ചെമ്പിൻ്റെ പൊടികൾ ഉപയോഗിച്ച്, ഇലകളുടെ മിശ്രിതങ്ങൾ ചേർത്ത്, മരങ്ങളുടെ കറകൾ ഉപയോഗിച്ചെല്ലാം വിള്ളലുകൾ ഭംഗിയായി, കൂടുതൽ ഭംഗിയായി അതിന് രൂപകൽപ്പന നൽകി. സ്നേഹമുള്ളവരെ, ഇതൊരു സെൻ കഥയാണ്. ഇതിനെ പറയുന്നതാണ് കിൻസുഗി എന്ന് ജപ്പാനിൽ പ്രചാരത്തിലുള്ള സെൻ കഥ. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതങ്ങൾ ചിലപ്പോഴിങ്ങനെ പൊട്ടിച്ചിതറിയ പാത്രങ്ങളെ പോലെയുള്ളതാകാം. ചിലപ്പോൾ നമ്മൾ വിള്ളലുകളെ ഓർത്ത് ദുഃഖിക്കുന്നവരാകും. ചിലപ്പോൾ വിള്ളലുകളെ ഓർത്ത് കരയുന്നവരാകാം. ജീവിതത്തിലെ ചിതറിയ നിമിഷങ്ങൾ, പരാജയപ്പെട്ട നിമിഷങ്ങൾ, പരീക്ഷയിൽ തോറ്റ നിമിഷങ്ങൾ, ദാമ്പത്തിക ജീവിതത്തിലെ തകർച്ചകൾ, ജോലിയില്ലായ്മ, വിഷമതകൾ, ഇതെല്ലാം പൊട്ടിയ പാത്രങ്ങൾ പോലെ നമ്മളെ ഓർത്ത് അതിനെ ഓർത്ത് വിലപിക്കുന്നവരാണ്. പക്ഷേ ദൈവത്തിന് അസാധ്യമായിട്ട് യാതൊന്നുമില്ല. അവിടുത്തെ വരപ്രസാദത്താൽ ഈ പൊട്ടിയ ജീവിതങ്ങളെ കൂടുതൽ ഭംഗിയുള്ളതാക്കി മാറ്റുവാനായിട്ട് ഈശോയ്ക്ക് സാധ്യമാണ്. യെശയ്യായുടെ പുസ്തകം 1-ാം അധ്യായത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്, നിൻ്റെ പാപം കടും ചുവപ്പാണെങ്കിലും അത് മഞ്ഞ് പോലെ വെണ്മയുള്ളതായിത്തീരും, രക്തവർണ്ണമെങ്കിലും കമ്പിളി പോലെ വെളുക്കും. പ്രിയമുള്ളവരെ, ഈ നോമ്പ് കാലഘട്ടത്തിൽ നമ്മളുടെ പൊട്ടിയ ജീവിതങ്ങളെ, പാപങ്ങളെ അതെല്ലാം ദൈവത്തിലേക്ക് സമർപ്പിക്കാം. വിശുദ്ധ കുമ്പസാരത്തിലൂടെ, വരപ്രസാദത്തിലൂടെ അവിടുന്ന് അത് വിളക്കി ചേർക്കും. അവിടുന്ന് കൂടുതൽ ഭംഗിയുള്ള ജീവിതങ്ങളാക്കി മാറ്റും. കാരണം അവ പീഠത്തിന്മേൽ വയ്ക്കാനുള്ളതാണ്. നമ്മുടെ തകർച്ചകളെ അവിടുന്ന് ഒരു അനുഗ്രഹമാക്കി മാറ്റും. അതിനായിട്ട് നമ്മളെ തന്നെ നമ്മൾക്കൊരുക്കാം. ദൈവത്തിലേക്ക് നമ്മുടെ കുറവുകളെ, പൊട്ടിയ ജീവിതങ്ങളെ സമർപ്പിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.